welcome back to PK Learnings. I am Alisha Ando and let's begin the class. സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോക ചരിത്രത്തിലെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ എന്ന ടോപ്പിക്കാണ് അല്ലേ. ലോക ചരിത്രം, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം എന്തൊക്കെയാണ് ലോകത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന മാറ്റങ്ങളെന്ന്. അതിൽ തന്നെ ശീതയുദ്ധത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഓരോരോ ഈവൻറ്റ്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഈവൻറ്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തു, അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. 1962 വർഷം, ഈ വർഷത്തിലെ ശീതയുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഈവൻറ്റ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു ക്രൈസിസ് നടക്കുന്നുണ്ട്. അതാണ് ക്യൂബൻ മിസൈൽ ക്രൈസിസ് 1962. സോ ക്യൂബയാണ് ഇവിടെ രാജ്യം. ഇതും ശീതയുദ്ധമായിട്ട് എന്താണ് ബന്ധം അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ കൊറിയൻ ക്രൈസിസ് ആയിട്ട് പഠിച്ചപ്പോൾ സൗത്ത് കൊറിയ, നോർത്ത് കൊറിയ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ അവിടെയും ഒരു ക്രൈസിസ് ഒറിജിനേറ്റ് ചെയ്യാൻ, ഇതും ശീതയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അവിടെ ആരുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരുന്നു? US-ൻ്റെയും USSRൻ്റെയും ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ക്യൂബൻ മിസൈൽ ക്രൈസിസും. ഈ ക്യൂബ എന്നൊരു പറയുന്ന ഒരു രാജ്യത്ത് അവിടെ ഒരു പ്രതിസന്ധി വരികയും അവരെ സപ്പോർട്ട് ചെയ്യാൻ സോവിയറ്റും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് US-ഉം വരുന്നു. അങ്ങനെയാണ് ഇതൊരു ക്യൂബൻ മിസൈൽ ക്രൈസിസ് ആയിട്ട് മാറുന്നത്. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദ ക്യൂബ ഗോട്ട് ഇൻവോൾവ്ഡ് ഇൻ ദ കോൾഡ് വാർ വെൻ US broke off its diplomatic relations with Cuba in 1961 and Soviet Union increased their economic aid to Cuba. അപ്പോൾ ക്യൂബൻ മിസൈൽ ക്രൈസിസ് ഇതെങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? 1961 US-ഉം അമേരിക്കയും ക്യൂബയുമായിട്ട് അവരുടെ ബന്ധം തെറ്റുന്നുണ്ട്. കാരണം അമേരിക്ക ക്യൂബയെ ആക്രമിച്ച് കൈയടക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഫിഡൽ കാസ്ട്രോയുടെ നേതൃത്വത്തിലാണ് ക്യൂബയുടെ ഭരണം പോയിക്കൊണ്ടിരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് അല്ലേ ഫിഡൽ കാസ്ട്രോ. ഒരു ഭാഗത്ത് നിന്ന് USA ആക്രമിക്കുന്നു, ക്യൂബയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് വരുന്നു? സോവിയറ്റ് വരുന്നു. അങ്ങനെയാണ് ഇതൊരു ക്രൈസിസ് ആയിട്ട് മാറുന്നത്. ഇൻ 1961 the USA planned Bay of Pigs invasion of Cuba, intending to overthrow the head of Cuban state Fidel Castro, who was backed by the Soviet Union. അപ്പോൾ ഇങ്ങനെയാണ് ഫിഡൽ കാസ്ട്രോനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ആരാണ് ശ്രമിക്കുന്നത്? ക്യൂബൻ ഗവൺമെൻറ്റിനെ പുറത്താക്കാൻ അമേരിക്കയാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ക്യൂബനെ സപ്പോർട്ട് ചെയ്തിട്ട് ആരവിടെയുണ്ട്? സോവിയറ്റ് അല്ലെങ്കിൽ USSR ഉണ്ട്. However, the operation failed. അപ്പോൾ 1961 അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇവർ നടത്തിയ ഈ ബേ ഓഫ് പിഗ്സിലെ ഈ ആക്രമണം സക്സസ്ഫുൾ ആയിരുന്നില്ല, അതൊരു ഫെയിലിയർ ആയിരുന്നു. ഫിഡൽ കാസ്ട്രോ then appealed to the Soviet Union for military help. അപ്പോൾ ക്യൂബയ്ക്ക് വെറുതെ ഇരിക്കാനായിട്ട് തോന്നിയില്ല, അവർ US ഇങ്ങോട്ട് ആഞ്ഞടിച്ചതല്ലേ, നിങ്ങളും തിരിച്ചാഞ്ഞടിക്കാം. അപ്പോൾ ക്യൂബ സപ്പോർട്ടിന് വേണ്ടിയിട്ട്, മിലിറ്ററി സപ്പോർട്ടിന് വേണ്ടിയിട്ട് ആരുടെ അടുത്താണ് എത്തുന്നത്? സോവിയറ്റിൻ്റെ അടുത്താണ് എത്തുന്നത്. ഓൾറെഡി അവർക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. To which Soviet Union decided to set up a nuclear missile launcher in Cuba aimed at the USA. അപ്പോൾ ചെറിയ ചെറിയ സഹായമൊന്നുമല്ല USSR ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെറിയ സഹായമല്ല ക്യൂബ ചോദിച്ചത്, ന്യൂക്ലിയർ മിസൈൽ തന്നെ തരാമെന്ന് ആര് പറയാണ്? USSR പറയാണ്. കാരണം ഈ ഒരു സമയമാകുമ്പോഴേക്കും ശീതയുദ്ധത്തിൻ്റെ കോൺഫ്ലിക്റ്റ് അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട് അല്ലേ. സോ എ ന്യൂക്ലിയർ മിസൈൽ ലോഞ്ചർ ഇൻ ക്യൂബ എയിംഡ് അറ്റ് ദ USA. ക്യൂബൻ മിസൈൽ ക്രൈസിസ് ബ്രോട്ട് two superpowers on the brink of a nuclear war. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് നമുക്കറിയാം ജപ്പാനിലുണ്ടായ പ്രതിസന്ധി ഇന്നും അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി, അവിടെ ഒരു അണുബോംബിൻ്റെ സ്ഫോടനം ഉണ്ടായതുകൊണ്ടാണ് അത്രയും രൂക്ഷമായിട്ടൊരു സംഭവം ജപ്പാനിലെ ആൾക്കാർ ഇന്നും ആ ഒരു ദുരിതം ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് സിമിലർ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് 1962 ക്യൂബൻ മിസൈൽ ക്രൈസിസ് വഴി ഉണ്ടായത്. പക്ഷേ അത് ഡൈവേർട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ സമാധാനപരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അതൊരു മിസൈൽ ക്രൈസിസിൽ ഒതുങ്ങി അതൊരു യുദ്ധത്തിലേക്ക് മാറിയില്ല. However, the crisis was averted diplomatically. അപ്പോൾ ഇതൊരു യുദ്ധത്തിലേക്ക് പോയില്ല, അതിന് മുന്നേ തന്നെ ഡിപ്ലോമാറ്റിക്കലി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ട് ഇതൊരു ക്രൈസിസ് ആയിട്ട് അവശേഷിച്ചു, ഇതൊരു യുദ്ധത്തിലേക്ക് വഴിതിരിഞ്ഞില്ല. സോ 1962 ക്യൂബൻ മിസൈൽ ക്രൈസിസും ശീതയുദ്ധത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഇവൻ്റാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ചും കൂടെ സമാധാനത്തിലേക്ക് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. റിഡക്ഷൻ ഓഫ് ടെൻഷൻ അല്ലെങ്കിൽ ഡിറ്റൻഡേ എന്നറിയപ്പെടുന്ന കുറച്ച് കാലഘട്ടമാണ്. അപ്പോൾ ശീതയുദ്ധത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ആണ് അല്ലേ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ട്രീറ്റീസൊക്കെ USSRും തമ്മിൽ സൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടമാണ് കുറച്ച് സമാധാന ചർച്ചകൾക്കുമൊക്കെ വഴിതെളിക്കുന്ന, കുറച്ച് ട്രീറ്റീസൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന 1960 ശേഷമുള്ള ഒരു പീരീഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിറ്റൻഡേ അല്ലെങ്കിൽ റിഡക്ഷൻ ഓഫ് ടെൻഷൻ പീരീഡ് എന്നൊക്കെ വിളിക്കുന്നത്. സോ ആഫ്റ്റർ 1960 the USA and the USSR had developed equally in nuclear weapons. Thus any nuclear war would lead to co-destruction. അതായത്
അതായത് 1960 ഈ ഒരു സമയമാകുമ്പോഴേക്കും രണ്ട് രാജ്യങ്ങളും ന്യൂക്ലിയർ വെപ്പൺസ് ഒരുപാട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. അണുബോംബ് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരുപാട് ന്യൂക്ലിയർ വെപ്പൺസ് രണ്ട് രാജ്യങ്ങളും സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ആരെങ്കിലും ഒരു യുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ അതിപ്പോൾ USA ആയിക്കോട്ടെ USSR ആയിക്കോട്ടെ, രണ്ട് രാജ്യങ്ങളെ മാത്രമല്ല എൻറ്റയർ വേൾഡിനെ, ഈ ലോകത്തെ മൊത്തം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ന്യൂക്ലിയർ വെപ്പൺസിന് സാധിക്കും അല്ലേ. അണുബോംബ് 1945 ഹിരോഷിമയിലത്തെ ഒരു എക്സാമ്പിൾ മാത്രം എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഒരു റിസൾട്ട്. സോ ഈ രണ്ട് രാജ്യങ്ങൾക്കും USA-ക്കും USSR-നും ഇങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയാണ് 1960 ശേഷം. അപ്പോൾ ലോജിക് ഓഫ് ഡിറ്ററൻസ് എന്ന് പറയും, അതായത് സൂപ്പർ പവേഴ്സ് തമ്മിലുള്ള പ്രതിരോധ ബന്ധം. ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് ഈ ലോജിക് ഓഫ് ഡിറ്ററൻസ്? ബോത്ത് സൈഡ്സ് ഹാവ് ദ കപ്പാസിറ്റി ടു റിറ്റാലിയേറ്റ് അഗെയിൻസ്റ്റ് ആൻ അറ്റാക്ക് ആൻഡ് ടു കോസ് സോ മച്ച് ഡിസ്ട്രക്ഷൻ ദാറ്റ് നൈദർ ക്യാൻ എഫോർഡ് ടു ഇനീഷ്യേറ്റ് എ വോർ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് ഒരു യുദ്ധം ഉണ്ടാക്കാനായിട്ട്, ലോകയുദ്ധമല്ല, ഇവർ തമ്മിലുള്ള ഒരു യുദ്ധമായിട്ടായിരിക്കും ഇത് ഇനീഷ്യലി തുടങ്ങുന്നുണ്ടാവുക. പക്ഷേ ഇതിൻ്റെ റിസൾട്ടുകൾ എഫോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് രാജ്യങ്ങൾക്കും മാത്രമല്ല ലോകത്തിന് പോലും പറ്റാതാവും. അപ്പോൾ അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള രണ്ട് രാജ്യങ്ങളും അത്രയധികം ന്യൂക്ലിയർ വെപ്പൺസ് കളക്ട് ചെയ്ത് അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയിട്ട് അത്രയധികം അവർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞത്. അതുകൊണ്ട് ഒരു യുദ്ധമായിട്ട് ഇത് മുന്നോട്ട് പോകാൻ രണ്ട് രാജ്യങ്ങൾക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇതാണ് ഈ ലോജിക് ഓഫ് ഡിറ്ററൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ലോജിക് ഓഫ് ഡിറ്ററൻസ് എക്സാമിന് ചോദിച്ചതാണ്. സോ ഇങ്ങനെയുള്ള കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് PS ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഇടയായിട്ടാണ് ഈ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ നിന്ന് ഇത്രയും അധികം ക്വസ്റ്റ്യൻസ് PS ചോദിക്കുന്നത്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ഇനി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് ഈ ഒരു ഏരിയയിൽ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തതയോടും ക്ലിയർ ആയിട്ടും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. സോ 1960 ശേഷം ദിസ് അവയർനെസ് ലെഡ് ബോത്ത് സൂപ്പർ പവേഴ്സ് ടു ബിലീവ് ഇൻ ദ ഇനെവിറ്റബിലിറ്റി ഓഫ് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്. അപ്പോൾ അവർക്ക് മനസ്സിലായി സമാധാനമായിട്ട് മുന്നോട്ട് പോവുകയാണ് നല്ലത്, അല്ലെങ്കിൽ അത്രയ്ക്കധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെ ഡെവലപ്പ് ചെയ്തത് കാരണം. ദിസ് റിഡക്ഷൻ ഓഫ് ടെൻഷൻ ബിറ്റ്വീൻ ദ USA ആൻഡ് USSR ഇസ് നോൺ ആസ് ദി എറ ഓഫ് ജിറ്റൻഡെ. അപ്പോൾ അതായത് ഇനി ഒരുപാട് ട്രീറ്റീസ് ഒക്കെ നമ്മൾ പഠിക്കും, ഒരുപാട് ട്രീറ്റീസ് ഒക്കെ സമാധാനപരമായിട്ട് ചർച്ചകളൊക്കെ മുന്നോട്ട് വെച്ച് ടോക്സിനൊക്കെ ശേഷം ഒരുപാട് ട്രീറ്റികൾ USA-യും USSR ഒക്കെ തമ്മിൽ സൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് കാലം എന്ന് പറയുന്നത് 1960 ശേഷമുള്ള കുറച്ച് കാലം അത്ര ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തെയാണ് ജിറ്റൻഡെ, റിഡക്ഷൻ ഓഫ് ടെൻഷൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കുറച്ച് ട്രീറ്റീസ് ഒക്കെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇതേതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രീറ്റീസ്, അതിൻ്റെ വർഷം ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഇനി ശ്രദ്ധിച്ച് പഠിച്ചു വെക്കണം. കാരണം ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ PSക്ക് ഒരു ടെൻഡൻസി ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്തിട്ട് വേണം ഈ ഒരു ഏരിയ നോക്കാൻ വേണ്ടിയിട്ട്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ട്രീറ്റിയാണ് 1963 1963 ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റി. ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റി ഇൻ 1963. ആ പേരിൽ തന്നെയുണ്ട് എന്താണെന്നുള്ളത് അല്ലേ. ന്യൂക്ലിയർ ടെസ്റ്റ് ഒക്കെ ലിമിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റിയാണ് 1963 മുന്നോട്ട് വയ്ക്കുന്നത്. ബാൻഡ് ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഇൻ ഔട്ടർ സ്പേസ് ആൻഡ് അണ്ടർ വാട്ടർ. അപ്പോൾ അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഇമ്പോസ് ചെയ്യുന്ന ട്രീറ്റിയാണ് 1963 ഈ ഒരു ട്രീറ്റി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ട്രീറ്റി 1968. ഏതാണ് വർഷം? 1968. ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി. ഇപ്പം എന്താണ് പ്രൊലിഫറേഷൻ എന്ന വാക്കിൻ്റെ മീനിങ് നമുക്കറിയാം, വ്യാപിക്കുകയാണ് അല്ലേ. നോൺ പ്രൊലിഫറേഷൻ എന്ന് പറയുമ്പോൾ ന്യൂക്ലിയർ വെപ്പൺസ് സ്പ്രെഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, വ്യാപനം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നൊരു ട്രീറ്റിയാണ് 1968 NPT എന്ന ഷോർട്ട് ഫോമുള്ള ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ട്രീറ്റിയിലും ഒരു സംഭവം ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് രാജ്യങ്ങൾക്ക് ന്യൂക്ലിയർ ബോംബ്സും അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അതിനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്, അലോസ് ഓൺലി ദ ന്യൂക്ലിയർ വെപ്പൺസ്. കുറച്ച് കണ്ടീഷൻസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു 5 രാജ്യങ്ങളെയാണ് ഈ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്സ് എന്ന് വിളിക്കുന്നത്. മെയിനായിട്ട് അമേരിക്കയും USSR ഒക്കെ എന്തായാലും ഇതിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ തന്നെയാണ്. അവർക്ക് ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. മറ്റ് രാജ്യങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണ്. അതാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇതിൽ ചേരാനുള്ള വൈമുഖ്യമൊക്കെ പ്രകടിപ്പിച്ചത്. മെയിനായിട്ട് ഈ ഒരു റീസൺ ഉള്ളത് കൊണ്ടാണ്. അലോസ് ഓൺലി ദ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്സ് to have nuclear weapons and stops others from acquiring them. PK Learnings. Craft your future.